ഞാൻ നമ്മളെ നാടും ഈ നാടുമായിട്ട് താരതമ്യം ചെയ്യും. ഈ സ്ഥലം എവിടെയാണ് എത്തിയതെന്ന് അറിയില്ല. കർണാടകയിലെ ഹാസൻ റൂട്ടിലുള്ള ഹാസനിലേക്കുള്ള ഹൈവേ ആണ് കണ്ടില്ലേ. ഒരു വണ്ടി ഇങ്ങനെ മൂളി പോകുന്നുണ്ട് അപൂർവമായിട്ട്. കംപ്ലീറ്റ് ബോർഡിലൊക്കെ കന്നഡ അക്ഷരങ്ങളായതുകൊണ്ട് കൃത്യമായ സ്ഥലം പറയാൻ പറ്റുന്നില്ല. അത് ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ്, ഇത് ബസ് ഡേ ആണ്. ഒരുപാട് ബസ് വന്ന് ഇവിടെ നിർത്തി. അവിടെയുള്ള ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഒരു വലിപ്പം നോക്കുക. ഏതാണ്ട് 2 പില്ലറിനിടയിലുള്ള സ്പാൻ 3 മീറ്ററായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഒരു 3 മുറി പീടിയൻ്റെ അല്ലേ 9 മീറ്റർ, ചുരുങ്ങിയത് 10 മീറ്റർ നീളമുണ്ട് ഈ പിന്നെ ബസ് സ്റ്റോപ്പിന്. ഇവിടെ വെയിറ്റിംഗ് ഷെഡിന് ഇരിക്കാനുള്ള ഇരിപ്പിടം കണ്ടില്ലേ, നീളത്തിൽ അങ്ങ് കിടക്കുകയാണ്. ആ 10 മീറ്ററും ഇരിപ്പിടമുണ്ട്. ഏതാണ്ട് ഒരു 3 മീറ്റർ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സ്ഥലവും ഈ ബസ് സ്റ്റോപ്പിനകത്തുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു 6 ട്രാക്ക് റോഡിൻ്റെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ തിരക്കേറിയ സർവീസ് റോഡുകളുടെ ഭാഗത്ത് ഇപ്പോൾ ഹൈവേയുടെ പണിയുടെ ഭാഗമായിട്ട് ബസ് സ്റ്റോപ്പുകൾ പണിത് വരുന്നുണ്ട്. ഇതേപോലെ ഇപ്പുറത്തുണ്ട്, അതേ മറ്റേ സൈഡിലുണ്ട്, 2 ഭാഗത്തുണ്ട്. ഇവിടെ ബസ് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലും ഇതേപോലെ ഹൈവേ പണികൾ റോഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് രാമനാട്ടുകര ഭാഗത്തേക്ക് ചെന്ന സേവാമന്ദിര സ്കൂളിൻ്റെ അടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുട്ടികൾ ഒരേ സമയം വന്നു പോകുന്ന സ്ഥലമാണ്. ആ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. എന്നാലും അവിടെ ഒരു ആകെ ഒരു 3 മീറ്റർ വീതിയിൽ ഒരു ഇടുങ്ങിയ ഒരു 1.5 മീറ്റർ മഴ കയറി നിന്നാൽ മഴ കൊള്ളും, ചാഞ്ഞു വീഴുന്ന വെയിൽ രാവിലെയും കൊള്ളും വൈകുന്നേരവും കൊള്ളും എന്നുള്ള തരത്തിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണുള്ളത്. എന്തായാലും നേരത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കുഴലുണ്ടല്ലോ, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നായ്ക്കുട്ടി ഒന്ന് നോക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ബസ് സ്റ്റോപ്പുകളായിരുന്നല്ലോ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ആ പൈപ്പ് ഒരു തരത്തിൽ വളച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന ആ രീതിയിലുള്ള ബസ് സ്റ്റോപ്പല്ല. ഇതേപോലെ തന്നെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ വളരെ ചെറുതായിട്ടുള്ള. നല്ല മഴയും കൊള്ളില്ല, മഴയൊന്നും കൊള്ളില്ല, മഴ കൊള്ളില്ല, വെയിൽ കൊള്ളില്ല, ആളുകൾക്ക് ഇരിക്കാം, ഒരു ക്വാളിറ്റി ഉണ്ട് നടന്നൊക്കെ വരുമ്പോൾ ഉറപ്പുണ്ട്. കേട്ടില്ലേ, നല്ല സ്ട്രക്ചറാണ്, നല്ല ഇരുമ്പിൻ്റെ സംഭവമാണ്. പിന്നെ കറണ്ട് ഉണ്ട്, ചാർജ് ചെയ്യാം, അത് ശ്രദ്ധയുള്ള സാധനം. ആളുകൾക്ക് ഫോൺ ചാർജ് ചെയ്യാം. 2 പോയിന്റ് 4 പേർക്ക് ഒരേ സമയം ചാർജ് ചെയ്യാവുന്ന സൗകര്യം. ഇതിന് മുകളിൽ സോളാർ സംഭവങ്ങളാണ്. അറിയില്ല, സോളാറാണോ? സോളാറാ മുകളിൽ ഇവിടെ പരസ്യ ബോർഡുകളുണ്ട്, ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് കൊടുക്കുന്ന ലൈറ്റ് ഉണ്ട്. രാത്രി ഇതിൻ്റെ അകത്ത് വെളിച്ചുണ്ടാവും. സുരക്ഷിതമായിട്ട് ഒരു സ്ത്രീകൾക്കും ഒക്കെ സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. നല്ല സൈഡൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാണാൻ തന്നെ ഒരു മൊഞ്ചുണ്ട് അല്ലേ, കാണാൻ തന്നെ ഒരു ഇതുണ്ട്. ഈ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്തത് വളരെ ഭംഗിയുണ്ട്. പുറത്തൊക്കെ കൃഷിയിടങ്ങളും പുറത്ത് കൃഷിയിടം തന്നെയാണ് ഒക്കെയാണ്. ആളുകളുടെ ജനവാസം തീരെ ഇല്ലാത്തൊരു മേഖല. ഇതേ സെയിം സാധനം അപ്പുറത്തുണ്ട്. അതെ, 2 ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഹൈവേ കുറച്ച് ബാൻഡ് അല്ലേ, മെയിൻ ബാൻഡ്. അത് തന്നെ ഒരു നോക്കൂ, ഒരു 6-8 മീറ്ററിലേറെ ബസ് ബാൻഡ്. ആളുകൾക്ക് വളരെ ഭയമില്ലാതെ, വാഹനത്തിൻ്റെ പ്രശ്നമില്ലാതെ, ഒന്നുമില്ലാതെ ഇങ്ങനെ കടന്നു പോയി. ഞാൻ നമ്മുടെ നാട്ടിലെ ഇതിൽ താരതമ്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. താരതമ്യം ചെയ്യുമ്പോൾ കുറേ കൂടി ഇതിന് നിലവാരമുണ്ട്
ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാലിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അതുമല്ല കുറേ കൂടി ആളുകൾക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ അവിടെയൊക്കെ ഇതുപോലൊരു ഷീറ്റ് കൊണ്ട് ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത്ര ലക്ഷം രൂപ MLA-യുടെ ഫണ്ടിൽ നിന്ന് മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എഴുതി വെച്ച പോലെ ഒന്നും എഴുതി വെച്ച് കാണുന്നില്ല. ഭാഗ്യം. മറ്റേ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് എന്താണ് ഈ കന്നഡയിൽ എഴുതി വെച്ചതെന്ന് വായിക്കാൻ ഇല്ല, കന്നഡ എന്തായാലും ആ എമൗണ്ട് നമ്പർ ഇല്ല. എനിക്ക് തോന്നുന്നത് ഹൈവേ അതാ കർണാടക സ്റ്റേറ്റ് ഹൈവേസ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് അല്ലേ? ഹൈവേ ഇംപ്രൂവ്മെന്റ്സ് അല്ലേ? ആ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് എന്തായാലും. അതിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നോക്കെ നിങ്ങളൊന്ന് കാണിക്കണമെന്നേ ഉള്ളൂ.